അങ്ങനെ ഇതാ അന്നദാനത്തിന് പോയിട്ട് അമ്പലത്തിലെത്തിയിട്ടുണ്ട്. ഇതാണ് അമ്പലം. അപ്പം ഞങ്ങൾ അമ്പലത്തിനകത്തോട്ട് കയറി നേർച്ചയ്ക്ക് ഇട്ട് അത് കഴിഞ്ഞിട്ട് ദേ ക്യൂവിൽ നിൽക്കണേണ്. അധികം ഉണ്ടായില്ല, എന്നാലും കുറച്ച് വേണ്ടുള്ളൂ. പെട്ടെന്ന് പെട്ടെന്ന് പോകണ്ടായിരുന്നു. ആളുടെ പോകാൻ കണ്ടാൽ പറയൂ ഞാൻ നിർബന്ധിച്ച് കൊണ്ടുവന്നതാണെന്ന്. ഇത്തിരി നിർബന്ധിച്ചപ്പോൾ വന്നതാണ് കേട്ടോ. ആൾക്ക് ഇങ്ങനെ പുറത്തോട്ടൊന്നും പോകണ വലിയ ഇൻട്രസ്റ്റ് ഇല്ല, അതാണ് ഞാൻ നിർബന്ധിച്ച് കൊണ്ടുവന്നതാണ്. അങ്ങനെ ദേ ഭക്ഷണം കഴിച്ച് പുറത്തോട്ട് ഇറങ്ങി. എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇറങ്ങിയത്, പായസമൊക്കെ കുടിച്ച്. അപ്പോൾ ദേ അവിടെ വന്ന വഴിയിലാണ് ഒരു ആന ഉണ്ടല്ലോ, ഡാൻസ് കളിക്കണേണെന്നാണ്, പാട്ടിനനുസരിച്ച് തല ആട്ടണേണ്. എനിക്കും അറിയാൻ പാടില്ല. അവിടെ കച്ചേരി ഉണ്ടായിരുന്നു, അതിനനുസരിച്ച് നല്ല തലയാട്ടലും ഡാൻസും. അപ്പോൾ ഒരു കൗതുകം തോന്നിയിട്ട് അവിടെ നിന്നാണ്. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അത് കഴിഞ്ഞ് വണ്ടി എടുക്കാൻ പോയപ്പോൾ അവിടെ ഉണ്ട് ഒരു ആന, ഒരു നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ അങ്ങനെയാണ് തോന്നുന്നു ആനൻ്റെ പേര്. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു ഫസ്റ്റ് കാണിച്ച ആന. അത് കഴിഞ്ഞിട്ട് വേറെ ആന. ഈ ആനയെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഈ 3 ആനകൾ ഒറ്റയ്ക്ക് കൊടുത്ത് കണ്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് പേടിയായിപ്പോയി. ഈ 3 ആനകളുടെ അടുത്താണെങ്കിൽ അങ്ങനെ അധികം ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതും കൂടി ആയപ്പോഴും ഞങ്ങൾക്ക് പേടിയായി. അപ്പോൾ ഞങ്ങൾ അപ്പം തന്നെ ഇറങ്ങി. അപ്പോൾ ആനകൾ ഇഷ്ടമുള്ള ആരൊക്കെ ഉണ്ടെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബായ്.